മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ, ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും, ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും, മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ലോകത്ത് അക്ഷര വെളിച്ചത്തിലൂടെ ലോക ജനതയെ പ്രകാശമാനമായ മാർഗത്തിലേക്ക് നയിച്ച വലിയ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച ഒരു പ്രതിപുരുഷൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിന് നമ്മളെല്ലാവരും സാക്ഷികളാകുന്നു, അഥവാ റബീഉൽ അവ്വൽ. ഖുർആൻ അവതരിക്കുക വഴി, അല്ലെങ്കിൽ നുബുവത്തും റിസാലത്തും ലഭിക്കുക വഴി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നത് റമദാൻ മാസത്തിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജന്മം മുതൽ അതിന് തൊട്ടു മുൻപിലേക്ക് ഏതാണ്ട് 10 തലമുറകൾ വരെ അദ്ദേഹത്തിൻ്റെ വംശാവലി മുസ്ലിമുകൾ, വിശിഷ്യ പണ്ഡിതർ, ചരിത്രകാരന്മാർ പഠനവിധേയമാക്കിയിട്ടുണ്ട്. കേവലം ഒരു വ്യക്തിയിൽ നിന്നല്ല തുടങ്ങിയത്. അപ്പോൾ ഒരു 10 തലമുറയ്ക്ക് മുൻപ് മുതൽ പഠനം നടത്തി എന്നർത്ഥം. ഖുർആൻ നബിയെ പൂർവമായി ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അംബിയാ മുർസലുകളുമായി ബന്ധിപ്പിച്ചാണ് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം അവരുടെ എല്ലാം ലക്ഷ്യവും പ്രബോധന വഴിയും ഒന്നായിരുന്നു. അത് വിശുദ്ധ ഖുർആൻ വലഖദ് ഉഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക്, അത് നബിക്ക് മാത്രമല്ല ഈ വഹയ്യ് കൊടുത്തത്, നിനക്ക് മുൻപ് കഴിഞ്ഞുപോയ മുഴുവൻ മുർസലുകൾക്കും നാം ഈ വഹയ്യ് നൽകിയിരുന്നു. ലഇൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ മുഴുവൻ സൽക്കർമ്മങ്ങളും പാഴായി പോവുകയും അതുവഴി പരലോകത്ത് നഷ്ടപ്പെട്ടവരിൽ ചേരുകയും ചെയ്യും. അതേ നിലയിൽ തന്നെ മുഴുവൻ നബിമാരുമായി അള്ളാഹുവിൻ്റെ റസൂലിനെ ബന്ധിപ്പിച്ച് ഖുർആൻ പ്രഖ്യാപിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിൽ കോർത്തിണക്കപ്പെട്ടവരാണ് മുഴുവൻ നബിമാരും മുർസലുകളും. വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ കൽപ്പന സൂറത്തുൽ അലക്ക് 5 ആയത്തുകളിലൂടെ ആരംഭിച്ചു. അതാണ് മക്കി അവതരണം. അങ്ങനെ നാം ഖുർആൻ നമ്മൾ ഓതുന്ന മുസ്ഹഫ് പരുതുമ്പോൾ മക്കയിൽ അവതരിച്ച 18ാമത്തെ സൂറത്താണ് അൽ കാഫിറൂൻ എന്ന അധ്യായം. അൽ കാഫിറൂൻ എന്നത് സൂറത്തുൽ കൗസറിൻ്റെ തൊട്ടുടനെയാണ് പ്രതിപാദനം. സൂറത്തുൽ കൗസർ അള്ളാഹുവിൻ്റെ റസൂലിനുള്ള ചില വാഗ്ദത്വങ്ങളും മഹനീയമായ സ്ഥാനവും ലഭ്യമാകാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ വിളനിലവും അനാവരണം ചെയ്യുന്നു. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ
ഇന്ന ഷാനി അക്ക ഹൂവൽ അബ്തർ, നിനക്ക് നാം ധാരാളം അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, പ്രത്യേകതകൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നീ നമസ്കരിക്കണം. 3, ഇന്ന ഷാനി അക്ക ഹൂവൽ അബ്തർ, നിന്റെ നേർക്ക് നേരെ എതിരാളിയായി കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിട്ടും നിഷേധത്തിൽ, ഒരു ഷിർക്കിൽ മാത്രമല്ല നിഷേധത്തിൽ അടിയുറയ്ക്കുകയും അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഹീനമായ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച് നബിയെ എതിർത്തുകൊണ്ടിരിക്കുന്ന നബിയുടെ നേർക്ക് നേരെയുള്ള ശത്രുക്കൾ, ഇന്ന ഷാനി അക്ക ഹൂവൽ അബ്തർ, അവൻ വാലറ്റുപോയവനാണ്. ചരിത്രം അവിടെ വച്ച് അവസാനിക്കും, പിന്നെ തുടരുന്നില്ല എന്നർത്ഥം. ഈ അധ്യായം നബിയുടെ ഒരു മഹത്വത്തെയാണ് വിളംബരം ചെയ്തത്. എന്നാൽ മക്കിയായ തൊട്ടു മുൻപിലുള്ള മറ്റൊരു സൂറത്ത് അൽ മാഊനാണ്. അത് അള്ളാഹുവിൻ്റെ ദൂതൻ കൊണ്ടുവന്ന ദീനിനെ കളവാക്കിയവനെ കണ്ടോ. അപ്പൊ ഈ ദീൻ എന്നത് കേവലം ഒരു ആചാരത്തിൽ ഒതുങ്ങുന്നില്ല. ആചാരം കൊണ്ട് മതത്തെ നിലനിർത്താൻ കഴിയില്ല. ആഘോഷം വഴിയും മതത്തെ പ്രായോഗികമായി ഉൾപ്പെടുത്താനും കഴിയില്ല. അതുകൊണ്ടാണ് അൽ മാഊൻ അധ്യായം ഇതുമായി വളരെ ബന്ധിതമായി തീരുന്നത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കിയവനെ നീ കണ്ടില്ലേ. ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, ദീനിനെ കളവാക്കുക എന്നതിൻ്റെ സാരം അനാഥരോട് പരുഷമായും പരുക്കമായും പറയുകയും ഇടപെടുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുന്നവനാണ്. അപ്പൊ മാനുഷികതയിലെ എന്ത് ന്യൂനതയും കുറവുമുള്ള കുടുംബാംഗങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം അവരോട് പരുഷമായി സംസാരിക്കുന്നു, പെരുമാറുന്നു, അവഗണിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് ഈ ദീനിനെ നിഷേധിക്കുക എന്നതിൻ്റെ അർത്ഥം. ഖുർആൻ തന്നെ നേർക്ക് നേരെ അതിൻ്റെ ആശയം വിവരിക്കുകയാണ്. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നതിന് പ്രേരണയും നൽകുന്നില്ല. അവൻ സ്വയം ചെയ്യാൻ കഴിവില്ലെങ്കിൽ മറ്റുള്ളവരെ അതിന് പ്രോത്സാഹിപ്പിക്കണം, പ്രേരിപ്പിക്കണം, നിർബന്ധിപ്പിക്കണം, അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തണം. അങ്ങനെ അവർ അവരുടെ നിത്യജീവിതത്തെ വിഷമമില്ലാത്ത വിധത്തിൽ അവർക്ക് അനുഭവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അത് ചെയ്യാത്തവരാണ് ദീനിനെ കളവാക്കുന്നവർ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഈ 2 കാര്യം പറഞ്ഞിട്ട് മൂന്നാമത് പറഞ്ഞത് ദീനിന്റെ നെടുംതൂണായ നമസ്കാരത്തിന്റെ നിർവഹണത്തിലെ ഏറ്റവും വലിയ അശ്രദ്ധ ഉണർത്തിയിട്ടാണ്. നമസ്കരിക്കുന്നവർക്ക് നരകമാണ് അതിൻ്റെ ശിക്ഷ. എങ്ങനെയാണ് അവരുടെ നമസ്കാരം? അവർ അശ്രദ്ധരായി നമസ്കരിക്കുന്നു. ഖുർആനിലെ 2 സ്ഥലങ്ങളിലാണ് വഖഫ്, ആയത്തിന്റെ ഇടയിൽ നിർത്താൻ പാടില്ല, അങ്ങനെ നിർത്തൽ ഹറാമാണ് എന്ന ഹുക്കുമുള്ള 2 വചനങ്ങളാണ് ആകെ ഉള്ളൂ. അതിലൊന്ന് ഈ ആയത്താണ്. സാധാരണ ഭംഗിക്ക് ആളുകൾ ഓതുമ്പോൾ ഫവൈലുൻ ലിൽ മുസല്ലീൻ എന്ന് ഓതി നിർത്താറുണ്ട്. അങ്ങനെ നിർത്താൻ പാടില്ല. വഖഫ് മംനൂആണ്. പിന്നെ എന്ത് ചെയ്യണം? ശേഷമുള്ള ആയത്തിന്റെ മുകളിൽ സ്വല എന്ന് എഴുതിയിട്ടുണ്ട്, ചേർത്ത് വേണം ഓതാൻ എന്ന്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ഞാൻ. ഫവൈലുൻ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ സഹവ് കാണിച്ച് നമസ്കരിക്കുന്നവർക്കാണ് നാശം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ വലിയ മഹത്തായ ഇബാദത്ത് ചെയ്യുന്നവർക്ക് പരലോകത്ത് പ്രതിഫലമല്ല ശിക്ഷയാണെന്നേ അർത്ഥം വരുമല്ലോ. ആ അർത്ഥം വരാതിരിക്കാനാണ് വഖഫ് പാടില്ല എന്ന് പറയാൻ കാരണം.
അല്ലദീന ഹും യുറാഊൻ, പ്രകടന പരതയാണെല്ലാം. ദീനിനെ കളവാക്കുന്ന സ്വഭാവത്തെ വിവരിക്കുന്ന ആയത്താണിത്. അപ്പൊ എല്ലാം ബാഹ്യമായി കാണിക്കലാണ്. ഇപ്പൊ നമുക്കൊരു ആളുകൾക്ക് ഈ പുഷ്പം എന്നത് നമുക്ക് ഏറ്റവും മനോഹരമാകുന്നതിന് വാസനയും നിറവും പ്രയോജനവും ലഭിക്കുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് നന്മകൾ. എന്താണ് നന്മയെന്ന് തൊട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അഗതികൾ, അനാഥര്, ഈ നന്മകൾ നിലനിൽക്കുമ്പോഴാണ് മനുഷ്യൻ ആവശ്യമുള്ളവനും ഗുണമുള്ളവനുമാവുക. ഇത് രണ്ടുമില്ലാതെ വരുമ്പോൾ കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടാവും, പ്രയോജനമുണ്ടാകില്ല. ഇതാണ് ഇവിടുത്തെ ഈ അധ്യായത്തിലെ ഏറ്റവും വലിയൊരു സന്ദേശം. അതാണ് അല്ലദീനഹും യുറാഊൻ. ആയത്ത് അവസാനിപ്പിച്ചത് വയംനഊനൽ മാഊൻ, ചെറിയ സഹായം പോലും തടയുന്നവരാണ്. അത് ചെയ്യുന്നത് തടയുന്നു. ഇപ്പൊ നമ്മൾ ലോകത്തെ ഞെട്ടിക്കുകയോ അല്ലെങ്കിൽ പരിവർത്തിപ്പിക്കുകയോ ചെയ്തത് ലോക ജനസംഖ്യയിൽ എക്കാലവും മഹാഭൂരിപക്ഷവും അധ്വാനിക്കുന്ന ജനങ്ങളാണ്. പണിയെടുക്കുന്നവർ, കർഷകരാകാം, കൂലിപ്പണിക്കാരാകാം, ഫാക്ടറി തൊഴിലാളികളാകാം. അങ്ങനെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ അവിടെയെല്ലാം ലോക ജനസംഖ്യയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മഹാഭൂരിപക്ഷവും നിത്യവൃത്തിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. ഒരു വലിയ വിപ്ലവകരമായ മാറ്റം വരുത്തിയത് അള്ളാഹുവിൻ്റെ റസൂലാണ്. റസൂലുള്ള പറഞ്ഞത് അത് ഒരൗദാര്യത്തിന് കാത്തു നിൽക്കേണ്ടവരല്ല തൊഴിലാളി. മറ്റൊരാളെയും അതിൻ്റെ പേരിൽ തൊഴിലെടുത്തു എന്നതിൻ്റെ പേരിൽ വന്നിക്കുകയും വേണ്ട. അവൻ്റെ കാല് പിടിക്കുകയോ വീട്ടുമുറ്റത്ത് പോവുകയോ അവൻ പറയുമ്പോഴൊക്കെ കേട്ടിട്ട് ചെല്ലുകയൊന്നും ചെയ്യണ്ട. പണി കഴിഞ്ഞാൽ വിയർപ്പ്, ആ തൊഴിലാളിയുടെ ശരീരത്തിലെ വിയർപ്പ് വറ്റുന്നതിന് മുൻപ് കൂലി കൊടുത്തിരിക്കണം. അതും കഴിഞ്ഞിട്ട് ഹിജ്റ എന്ന് 15 നൂറ്റാണ്ടായി. ഏതാണ്ട് ഹിജ്റയുടെ 13-ാം നൂറ്റാണ്ടിലെ മാർക്സ് ഈ തത്വം അവതരിപ്പിച്ചത്. അതുകൂടി ചേർത്ത് വായിക്കണം നമ്മൾ. എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണെന്നറിയോ ഇംഗ്ലണ്ട് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജനസഞ്ചയങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് വമ്പിച്ച മുന്നേറ്റം വരുത്തുന്നത് ഈ ഒരു ആശയത്തിലാണ്. തൊഴിലാളിയുടെ അവകാശമാണ് കൂലിയെന്നും അത് വകവച്ചു കൊടുക്കണമെന്നും അത് മാന്യമാണ് ആ കൂലി എന്നും സ്ഥാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ ആ ഭാഗത്തേക്ക് വരികയല്ല. അപ്പൊ റസൂലുള്ള ചെയ്തത് അതാണെന്ന്. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ച് വലിയ വിപ്ലവ നായകൻ എന്ന സ്ഥാനത്തേക്ക് പരിവേഷം ലഭിച്ച് ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ട തിരുദൂതരാണ് അള്ളാഹുവിൻ്റെ റസൂൽ. നാം ആ വിഷയം പറയാൻ വേണ്ടിയല്ല. അപ്പൊ സൂറത്തുൽ മാഊൻ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. സൂറത്തുൽ കാഫിറൂൻ ഞാൻ സൂചിപ്പിച്ചല്ലോ, 18-ാമത്തെ അവതരണം. അസ്മാഉൽ ഹുസ്നയുണ്ട്. അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ആ നാമങ്ങൾ പ്രതിപാദിക്കാത്ത ഏതാനും സൂറകളുണ്ട്. അസ്മാഉൽ ഹുസ്ന നിങ്ങൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട നാമങ്ങളാണത്. 4000-ത്തിലധികം സ്ഥലത്ത് ഖുർആനിൽ അള്ളാഹുവിൻ്റെ വിശേഷ മഹോന്നത ഗുണനാമങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതൊക്കെ പ്രത്യേക അർത്ഥത്തിലും ആശയത്തിലും സന്ദർഭങ്ങളിലുമാണ്. അത് ഓതി വരുന്നവർക്കാ മനസ്സിലാവുക. ഒന്നുകിൽ അള്ളാഹു എന്ന നാമത്തോടുകൂടി അവൻ്റെ മറ്റിതര വിശേഷനാമങ്ങൾ കൂടി ഖുർആനിൽ വന്നിരിക്കുന്നു. അസ്മാഉൽ ഹുസ്ന ഇല്ലാത്ത, പ്രതിപാദിക്കാത്ത സൂറകളാണ് ഇപ്പൊ നമ്മൾ ഈ വായിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് അൽ കാഫിറൂൻ. കാരണം അൽ കാഫിറൂൻ എന്നത് നബിയുടെ ഏതാണ്ട് ഹിജ്റയ്ക്ക് തൊട്ട് മുൻപാണ് അതിൻ്റെ അവതരണം, അല്ലെങ്കിൽ 2-3 വർഷം മുൻപാണ്. ഈ സൂറയെക്കുറിച്ചുള്ള വിശദീകരണം ഏതാണ്ട് പൂർവിക മുഫസ്സിറുകൾ, അതിലേറ്റവും കൂടുതൽ പ്രതിപാദിച്ചത് ഇമാം റാസിയാണ്. മറ്റൊരാൾ ഇമാം ദമഖ്ശരി അലൈഹി റഹ്മയുടെ കശാഫാണ്. അൻവാറു തൻസീൽ എന്ന ഇമാം ഹാഫിദ് സുയൂത്തിയുടെ ഗ്രന്ഥമാണ്. അദ്ദുറർ
വളരെ പ്രസിദ്ധമായ ഒരു കിതാബാണ്. അതുപോലെ ചരിത്രകാരന്മാർ ഇബ്നു ഇസ്ഹാഖ് മുതൽ അൽ ആഷൂർ വരെയുമുള്ളവർ ഇത് പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു പ്രതലം പറഞ്ഞതാണ്. അൽ കാഫിറൂൻ, യാ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ആരംഭിക്കുന്നു. ഇതൊക്കെ പ്രത്യേകമായ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇതിന്. ഖുൽ എന്നതിനെ സംബന്ധിച്ച് വിവരിക്കുന്നതിൻ്റെ മധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വലിയ പ്രൗഢമായ അംഗീകാരമാണ് നീ പറയുക എന്ന കൽപ്പന എന്നാണ്. റൂഹുൽ മആനിയിൽ ഇമാം ആലൂസി വിവരിക്കുന്നത് അങ്ങനെയാണ്. നീ പറയുക, കാരണം ഇത് ചുമതലപ്പെടുത്തിയത് നിന്നെയാണ്, നീയാണ് ജനങ്ങളെ അറിയിക്കേണ്ടത്. അപ്പൊ നീ എന്നത് ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മഹാവ്യക്തിത്വമാണ്. കേവലം ഒരു നുബുവത്വാദം അല്ല ഇപ്പൊ ഈ പറയുന്നത്, നിന്റെ അംഗീകാരമാണ്. യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിർ എന്നതിനെ ഏതാണ്ട് എല്ലാ തഫ്സീറുകാരും വിവരിച്ചത് കാര്യം അറിഞ്ഞിട്ട് പല കാരണങ്ങൾ കൊണ്ട് മനഃപൂർവം നിഷേധിക്കുന്ന നിഷേധിയെ മാത്രമേ ആ പദം ഉപയോഗിക്കൂ. നമ്മളെന്തെങ്കിലും അറിയാതെ ഒരു ഉദാഹരണം പറയാം. മൻ ഹലഫ ബി ഗൈരില്ലാഹി ഫഖദ് കഫർ, ബുഖാരിയിലെ ഒരു ഹദീസ്. അവിടെ അള്ളാഹു അല്ലാത്ത എന്തെങ്കിലും ഒരു നാമം പറഞ്ഞ് സത്യം ചെയ്താൽ, ഈ വിളക്ക്, ഈ പുസ്തകം, ഈ സന്ധ്യാസമയം, ഈ പള്ളി സത്യം, ഇങ്ങനെ പറയുമല്ലോ നാടൻ ശൈലിയിൽ. അങ്ങനെ ഒരാൾ അള്ളാഹുവിന്റെ നാമമല്ലാതെ വേറൊരു നാമം സത്യത്തിന് ഉപയോഗിച്ചാൽ അവൻ കാഫിറായി എന്നാണ് ഹദീസിന്റെ നേർക്കേറെ അർത്ഥം. ഇത് ഈ സാധുവിനെ അറിഞ്ഞുകൂടാഞ്ഞിട്ട് നാട്ടു നടപ്പും പരമ്പരാഗതമായി ഏറ്റുപറഞ്ഞു വന്ന വചനവും എന്ന നിലയിലാണ് ഈ പറയണത്. അത്തരം കുഫറല്ല ഈ അൽ കാഫിറൂൻ എന്ന വിളിയിലൂടെ ഖുർആൻ സ്ഥാപിക്കുന്നത്. മറിച്ച് ഇത് ശരിക്കും ബോധ്യം വന്ന് നബിയെ അറിയാം, നബിയുടെ കുടുംബവംശ പരമ്പര മുഴുവനും അറിയാം പൂർവികമായി. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം മുതൽ അദ്ദേഹം സ്വീകരിക്കാത്ത ഒരു നയമാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുക എന്നത്. നബിയിലുണ്ടാകാത്തതാണ്. ഇതൊക്കെ അറിയാം, പിന്നെ എന്തിനാണ് നിങ്ങൾ നബിയെ ശല്യപ്പെടുത്തുക? അതിൽ തഫ്സീറിൽ തബരിയിലും ഇബ്നു കസീറിലും എല്ലാം ഉദ്ധരിച്ചൊരു വാചകമുണ്ട്. യാ മുഹമ്മദ് ഹലുമ്മ നഅ്ബുദു റബ്ബക സന വതഅ്ബുദു അൽ മഅ്ബൂദ് സന. അതിൽ പദങ്ങളിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അവിടെ 4 സ്ഥലത്ത് ഇങ്ങനെ ആവർത്തനം വരുന്നുണ്ട്. മുഹമ്മദേ, 1 വർഷം നിന്റെ ഇലാഹിനെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യാം. 1 വർഷം നീ ഞങ്ങളുടെ ഇലാഹിനെ ഇബാദത്ത് ചെയ്യുക. അപ്പൊ പിന്നെ പ്രശ്നമില്ലാതെ നന്നായി പോകാമല്ലോ. ഒരു കാരണം കൂടിയുണ്ട്. നിന്റെ ഇലാഹാണ് ഗുണത്തിലും ഫലത്തിലും മെച്ചമെങ്കിൽ ആ ഗുണം ഞങ്ങൾക്ക് അനുഭവിക്കാമല്ലോ. ഇനി അതല്ല, ഞങ്ങളുടെ ഈ രീതി ഉണ്ടല്ലോ ഇബാദത്തിന്റെ, അതാണ് മെച്ചമെങ്കിൽ അതിന്റെ ഗുണം നിനക്കും അനുഭവിക്കാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും ഞാൻ ആരാധിക്കുന്നില്ല. പൂർണ്ണമായ നിഷേധമാണ്. ഞാൻ ആരാധിക്കുന്നവനല്ല. ഇവിടെ ഈ നിരോധനത്തെ സംബന്ധിച്ച് എല്ലാ തഫ്സീറുകാരും 4 വളരെ അർത്ഥവത്തായ തഫ്സീർ പറയുന്നുണ്ട്. ഒന്ന്, അതുകൊണ്ടാണ് നബിയുടെ 10 തലമുറ വരെയും പഠനം നടക്കുന്നു എന്ന് പറയാൻ കാരണം. നിങ്ങൾക്കറിയാം, ഭൂതകാലത്ത് ഈ നുബുവത്തിന് 40 വയസ്സിന് മുൻപ് വരെ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനെ അല്ലാതെ സഹായം അർത്ഥിക്കുകയോ തേടുകയോ ഇബാദത്തെടുക്കുകയോ ചെയ്തിരുന്നില്ല. വർത്തമാനകാലത്ത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, അദ്ദേഹം അതിനെതിരാണ്. നിങ്ങൾ പറയുന്ന ആശയം ഉൾക്കൊള്ളുന്നില്ല. ഭാവി കാലത്തെയും ഈ വാക്ക് ഉൾക്കൊള്ളുന്നു. ഭാവി കാലം. അപ്പൊ ഭാവി കാലം എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും അത്തരം നിങ്ങളുടെ പ്രതീക്ഷ അംഗീകരിക്കാൻ പോകുന്നില്ല.
കഴിഞ്ഞ കാലം മാത്രമല്ല, വർത്തമാനകാലവുമല്ല, ഇനി വരാൻ പോകുന്ന കാലവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നും ഇതിനകത്ത് നടക്കൂല. നമ്മൾ എല്ലാ ജുമഴയുടെയും മഗ്രിബിന് രാത്രി അഥവാ വ്യാഴാഴ്ച രാത്രി ഏതാണ്ട് മുസ്ലിം ലോകത്ത് മഹാഭൂരിപക്ഷവും ഒന്നാമത്തെ റക്അത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്ത് ഇതാണ്, അൽ കാഫിറൂൻ. രണ്ടാമത്തതിൽ പാരായണം ചെയ്യുന്നത് ഇഖ്ലാസ് എന്ന ഖുൽ ഹുവല്ലാഹു അഹദാണ്. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കിയാൽ ഒരാൾ മുസ്ലിമായി. അത്ര എളുപ്പമാണ് വിഷയം. അതിനകത്ത് ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞു, ഈ ആഘോഷങ്ങളോ ആചാരങ്ങളിലോ പ്രകടനപരമായ യാതൊന്നും നിർവഹിക്കുന്ന ഒരു ജനക്കൂട്ടമല്ല നബിയെ പ്രതിനിധീകരിച്ച് ലോകത്തിന് സാക്ഷിയാവുന്നത്. മറിച്ച് കാര്യം ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് ഈ ആയത്ത് എല്ലാ വ്യാഴവും നമ്മളിങ്ങനെ ആവർത്തിച്ച് കേൾക്കുകയാണ്, അൽ കാഫിറൂൻ. എന്താണ് അതിൽ പറയുന്നത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് എന്തിനെയാണോ അഥവാ അല്ലാഹുവിനെ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല. വലാ അന ആബിദും മാ അബത്തു. വീണ്ടും ആവർത്തിക്കുകയാണ്, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഇത് 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ സബബുൻ നുസൂൽ, കാരണം വിവരിക്കുന്ന തഫ്സീറിന്റെ പൂർവികരായ ഇമാമുകൾ പറഞ്ഞത്, അവര് നബിയോട് പറഞ്ഞ കണ്ടീഷനില് ഈ ഇബാദത്ത് 4 പ്രാവശ്യമാണ് ആ പദത്തിലുള്ളത്. അവരിങ്ങോട്ട് നബിയോട് പറഞ്ഞത് 4 സ്ഥലത്താണ്. അപ്പൊ 4 സ്ഥലത്ത് പറഞ്ഞപ്പോൾ യാ മുഹമ്മദ് ഹലുമ്മ ഫൽ നഅ്ബുദു മാ തഅ്ബുദു വ തഅ്ബുദു മാ നഅ്ബുദു. ഇതേ 4 വാക്കുകൾ തിരിച്ചു മറുപടി പറഞ്ഞപ്പോൾ ഉപയോഗിച്ചു, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബത്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. അത് ഏറ്റവും അവസാനത്തെ വാക്കാണ്. അത് അവരുടെ ആവശ്യം. അതിനൊരുപാട് അർത്ഥവിവക്ഷ തഫ്സീറുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കേണ്ടതാണ്. നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് വായിക്കാം. ഒരു ചുരുങ്ങിയതൊരു 10-17 തഫ്സീറിന്റെ ഇബാറത്തുകൾ ഞാനൊരു വായന നടത്തിയതാണ് ഈ അടുത്ത കാലത്ത്. ഇവരോരോന്നും ഓരോ ആശയമാണ് അതുവഴി നൽകുന്നത്. ഓരോ അർത്ഥത്തിന്റെ വ്യാപ്തി മാത്രമല്ല, ആശയങ്ങൾ ഇങ്ങനെ വിപുലമായി വന്നുകൊണ്ടിരിക്കും തഫ്സീറിന്റെ ഇമാമുകളുടെ വാക്കുകൾ. അതുകൊണ്ടാണ് അതങ്ങനെ വായിക്കണം എന്ന് പറയാൻ കാരണം. മറ്റൊന്ന്, സൂറത്തുൽ ഫാത്തിഹയാണല്ലോ എല്ലാ വഖത്തിലും എല്ലാ റക്അത്തിലും പാരായണം ചെയ്യുന്നത്. അവിടെ 2 കാര്യത്തെ ക്ലിപ്തപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ. അതിൽ കർക്കശമാണ്, വിട്ടുവീഴ്ചയില്ല. വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ഈ കാണുന്ന ജീവിത പ്രതിസന്ധികൾ അള്ളാഹുവിന്റെ റസൂലിന് അനുഭവിക്കേണ്ടി വരില്ല. ഇബാദത്തിൽ അവര് വന്ന് പറഞ്ഞതുപോലെ 1 കൊല്ലം നിങ്ങളും ഞാൻ 1 കൊല്ലവും ഇങ്ങനെയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ ഈദ്ഗാഹ് നടത്തൂല്ല, ഒരു പെരുന്നാൾ നിങ്ങളും ഒരു പെരുന്നാൾ ഞങ്ങളും. അതിന്റെ അർത്ഥമൊന്നുമല്ല ഞാൻ ഉണർത്തുന്നത്. അപ്പൊ ഒരു തടസ്സവും ഇല്ലാതെ പോകാം. ഇല്ലെങ്കിൽ നമ്മളുടെ ഈ തടസ്സം മുന്നോട്ട് പോകുന്നത് എല്ലാവിധ അക്രമവും ഉണ്ടാവുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ച ഏറ്റവും ഗൗരവമായ ഉമ്മുൽ കിതാബ്, ഫാത്തിഹൽ കിതാബ് മാത്രമല്ല, ഫാത്തിഹത്തുൽ കിതാബ് മാത്രമല്ല, അസാസുൽ ഖുർആനാണ് ഫാത്തിഹ. ഫാത്തിഹയാണ് ഖുർആനിന്റെ ബേസ്. അതുകൊണ്ട് ഏറ്റവും താഴെയുള്ള നമ്മളൊരു തറ പണിയുന്നതിന്റെ ഭൂമിയുടെ അടിയിലേക്ക് താഴ്ത്തി ബലിഷ്ഠമാക്കുന്ന, ബലം നൽകുന്ന ഭാഗം. അതുകൊണ്ടാണ് അസാസുൽ ഖുർആൻ എന്ന് ഫാത്തിഹയ്ക്ക് പേര് വന്നത്. അപ്പൊ ഫാത്തിഹയിൽ അള്ളാഹു വെളിപ്പെടുത്തിയ ഒരു തത്വം എന്താന്ന് ചോദിച്ചാൽ, ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യും. വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ഇതാണ് നബിയുടെ അഖീദ, ഇതാണ് മുസ്ലിമിന്റെ അഖീദ, ഇസ്ലാമിക ലോകത്തിന്റെ അഖീദ. അതാണ് വളരെ ഗൗരവമായി പഠിക്കേണ്ടത്. ഇനി നമ്മളൊരു ഇംഗ്ലീഷിൽ പറയാണ്, ഗ്രാൻഡ് മൗലിദ്. പഠനത്തിന് വേണ്ടി പറയണം കേട്ടോ, ആർക്കും വിഷമം തോന്നരുത്.
അപ്പൊ അതിനകത്ത് എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, അപ്പൊ 3.5 മണിക്കൂർ ഇത് നീട്ടി വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ ചെറിയ പണിയൊന്നുമല്ല. കുഞ്ചൻ നമ്പ്യാർ വിചാരിച്ചാൽ പോലും കഴിയില്ല. അത് അത്രയും പ്രയാസമാണ്. അപ്പൊ അതിലെന്താന്ന് ചോദിച്ചാൽ 2 വരി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം 2 കാര്യത്തിൽ അവൻ ഉറപ്പ് നൽകുകയാണ്. നിനക്ക് മാത്രം ഇബാദത്ത്, നിന്നോട് മാത്രം സഹായം. അതിനു വേണ്ടി ജീവിതകാലം മുഴുവൻ കേട്ട കിംവദന്തികൾ, പ്രയാസങ്ങൾ, അനുഭവിച്ച ഞെരുക്കങ്ങൾ, ഉപദ്രവങ്ങൾ, നാടുകടത്തൽ, ബഹിഷ്കരണം, യുദ്ധങ്ങൾ, തടവുകൾ, ഇതെല്ലാം അനുഭവിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ വരുന്നത്. ഈ പ്രഖ്യാപനം ചെറിയൊരു പ്രഖ്യാപനമൊന്നുമല്ല. അവരെ ഞെട്ടിച്ച വാക്കാണ് ഈ 18-ാമത്തെ സൂറത്ത്. ഇത്രയൊക്കെ ചെയ്തിട്ട് മുഹമ്മദ് എത്ര കർക്കശത്തിലാ പറഞ്ഞെന്നാ. അതാണ് അവര് ഞെട്ടിപ്പോയത്. ഖിയാമത്ത് നാൾ വരെ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടെന്ന് ഈ കൗമിനെ കിട്ടൂല നമുക്ക്, നബിയുടെ അനുയായികളെ. അപ്പൊ അതിനകത്ത് 2 വരി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വജ്ഹക്കൽ മിസ്കീനു യർജു ഫളിലക്കൽ ജമ്മൽ ഗഫീറു. നല്ല ട്യൂണിൽ പാടണം കേട്ടോ അത്. വജ്ഹക്കൽ മിസ്കീനു യർജു ഫളിലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബഷീറു യാ നദീറു. വജ്ഹക്കൽ മിസ്കീനു യർജു, ഈ പാവപ്പെട്ട ഞാൻ അങ്ങയെ ലക്ഷ്യമാക്കി വരുന്നു, ചോദിക്കുന്നു, വജ്ഹ് തേടുന്നു. വജ്ഹ് തേടുന്നത് അങ്ങയുടെയാണ്, നബിയുടെ. നബിയെ കുറിച്ച് മാത്രമാണ് ആ കവിത മുഴുവനും ഉള്ളത്. എല്ലാവരെയും അങ്ങനെയാണ്. ഫളിലക്കൽ ജമ്മൽ ഗഫീറു, അവിടുന്ന് തോനെ, ധാരാളം, അളവില്ലാത്ത വിധം അനുഗ്രഹങ്ങൾ എനിക്ക് വർഷിക്കണം. സമ്പത്ത് നൽകണം, സൗകര്യം നൽകണം, ഐശ്വര്യം നൽകണം. ഞാനിത് അങ്ങയോട് പറയുന്നത് ഫീക ഖദ് അഹ്സൻതു ളന്നി, അങ്ങയിൽ എനിക്ക് ഏറ്റവും നല്ല മതിപ്പാണുള്ളത്, നല്ല മനസ്സാണ് എനിക്കുള്ളത്. ആരോടാ പറയണത്? യാ ബഷീറു യാ നദീറു, ബഷീറും നദീറുമായ നബിയെ. ഈ 2 വാക്കും അള്ളാഹുവിന്റെ നാമത്തിൽ ഇല്ല കേട്ടോ, ബഷീറും നദീറും. ബഷീറൻ വ നദീറ എന്ന ഇന്നാ അർസൽനാക, നിന്നെ നാം നിയോഗിച്ചയക്കുന്നു നബിയായിട്ട് എന്ന് പറയുന്ന ആയത്ത് അവസാനിപ്പിക്കുമ്പം ബഷീർ, നദീറൻ വ ബഷീറ, ഇത് 2 നബിയുടെ 2 നാമമാണ്. അങ്ങയിൽ വലിയ പ്രതീക്ഷയാണ്. അങ്ങയെ ഈ നല്ല വിചാരത്തോടെ നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഈ എല്ലാം തരും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. ഈ ചോദ്യം വയ്യാക നസ്തഈനു എന്ന് പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹ എന്ന ഖുർആനിന്റെ അടിത്തറയുടെ കല്ലുകളെ ഇളക്കി കളയുന്നു എന്ന് മാത്രമല്ല, ദീനിനോട് അത്ര കഠിന ശത്രുത പുറപ്പെടുവിക്കലാണ്. അല്ലെങ്കിൽ ഒരാൾക്കത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ 2 പദം ഉപയോഗിച്ചത്. അപ്പൊ നാം ഈ സൂറയിലേക്ക് തിരിച്ചു വന്നാൽ നബിയുടെ പ്രഖ്യാപനമാണ് മക്കത്ത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു. ഇമാം സമഖ്ശരി ഈ ആയത്തിന് ഒരർത്ഥം കൂടി നൽകുന്നുണ്ട്, തഫ്സീറുൽ കശാഫ്. അപ്പൊ അതിൽ പറഞ്ഞപ്പോൾ ഇത് ഖില്ലത്തിന്റെ ജമ്മാണ്. അപ്പൊ 10-ൽ താഴെ ആളുകൾ, ഈ മുരടിച്ച നിഷേധികൾ എപ്പോഴും വിരളമാണ്. സാധുക്കൾ മറ്റുള്ളവർ അവരുടെ കൂടെ കൂടുന്നത് പല കാരണം കൊണ്ടും ഭയം കൊണ്ടും ഒക്കെയാണ്. പക്ഷെ അതിലെ സത്യനിഷേധി എന്ന് ഖുർആൻ പറഞ്ഞ ഈ ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അവർ ഒരിക്കലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയോ അടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നതിനാണ് ഇത്രയും വിശദീകരണമൊക്കെ പറഞ്ഞു വരുന്നത്. നബി ഇത് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അവർ ഞെട്ടിപ്പോകുന്നതിന്റെ കാരണം, ഇത്രയെല്ലാം ദുർബലനായി നിന്നിട്ടും ഇത്ര തന്റേടത്തോടെ നമ്മുടെ ഈ ആരാധ്യ വസ്തുക്കളെയൊക്കെ തട്ടിക്കളയുന്ന, നിഷേധിക്കുന്ന, നമ്മുടെ പൂർവികരെയെല്ലാം തള്ളിക്കളയുന്ന ആ ധീരതയിൽ തന്നെ ഈ മനുഷ്യൻ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശക്തി എന്തുമാത്രം വലുതായിരിക്കും.
അത് ഖുർആൻ അള്ളാഹു നബിയെ ബോധ്യപ്പെടുത്തിയ ഒരു വചന. യാ അയ്യുഹൻ നബിയു ഹസ്ബുക്കല്ലാഹ്, നബിയെ അങ്ങക്ക് അള്ളാഹു മതി. അതുകൊണ്ട് ഈ ലോകത്ത് ആരെയും പിന്നെ അവിടുന്ന് പേടിക്കണ്ടല്ലോ, അള്ളാഹു മാത്രം മതിയെന്ന്. അതാണ് അതിനകത്തുള്ള അള്ളാഹു മാത്രം മതി. അവൻ ഏറ്റെടുക്കുകയാണ് നിന്നെ. അങ്ങനെ ഏറ്റെടുക്കപ്പെട്ട ഒരു ദൂതൻ നിർഭയനായിട്ട് ശത്രുക്കളുടെ മുൻപിൽ ദുർബലമായ സാഹചര്യത്തിൽ പ്രഖ്യാപിക്കുകയാണ് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ലക്കും ദീനുക്കും വലിയ ദീൻ. ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അതാണ്. ഖുർആനിലെ നിഷേധത്തിന്റെ രീതി നോക്കിയാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സ്ഥലത്ത് യാ അയ്യുഹൽ ജാഹിലൂൻ എന്ന് പറഞ്ഞാലോ, അല്ലയോ വിവരമില്ലാത്തവരെ എന്നാവും അർത്ഥം. അങ്ങനെ വരുന്നത് ഈ വിഷയത്തിന്റെ സ്വഭാവത്തിന് അനുയോജ്യമല്ല. എന്താ കാരണം? നബിയുടെ ഒരു ദുആ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. വളരെ പ്രസിദ്ധമായൊരു ദുആയാണ്. പ്രയോജനമില്ലാത്ത ഒരറിവും എനിക്ക് നീ നൽകി പരീക്ഷിക്കരുത്. ഒമിൻ ജഹ്ലിൻ ലാ യളുറു, ഉപദ്രവകരമല്ലാത്ത ജഹ്ലു കൊണ്ടും നീ എന്നെ പരീക്ഷിക്കരുത്. അപ്പൊ ജാഹിലൂൻ എന്ന വാക്ക് ഉപയോഗിച്ചില്ല. ഷിർക്കിനെ സംബന്ധിച്ചാണെങ്കിൽ യാ അയ്യുഹൽ മുശ്രിക്കൂൻ എന്ന് വിളിച്ചാൽ മതി, കാരണം അവർ അതിൽ അടിയുറച്ചവരാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്കാണ് ഈ വാചകം ഉപയോഗിച്ചത്. ഖുർആനിന്റെ ശൈലിയിൽ 3 ആയത്ത് കൂടി ഓർമ്മപ്പെടുത്തുന്നു. സമയം വളരെ കുറവാണ്. ഖുൽ ഇന്നി നുഹീതു അൻ അഅ്ബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, നീ പറയുക, ഇന്നി നുഹീതു, ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു, എന്നെ തടഞ്ഞിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ് എന്നെ. എന്ത് നിരോധിച്ചു? അൻ അഅ്ബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരോടും ദുആ ചെയ്യാൻ പാടില്ല എന്നാ എന്നോട് പറഞ്ഞത്. ആ ജനാണ്, ഈ ആയത്തൊക്കെ ഓരോ ജനാണ് നബിയോട് ദുആ ചെയ്യണത്. നബിയെ വിളിച്ച് സഹായം തേടുക കേട്ടോ. അതോടെ മനസ്സിലാക്കണം ഇതിനകത്ത്. ഖുൽ ലാ, ഇത് മാത്രം പറഞ്ഞാൽ പോരാ, ലാ അത്തബിഉ അഹ്വാഅക്കും, നിങ്ങളുടെ താല്പര്യം ഞാൻ പിന്തുടരൂല, നിങ്ങളുടെ ഇച്ഛകളെ പിന്തുടരൂല, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞാൻ അനുഗമിക്കുകയില്ല. ലാ അത്തബിഉ അഹ്വാഅക്കും, എന്താ കാരണം? ഖദ് ളലൽതു, ഞാൻ വഴിപഴിച്ചു പോകും. ഇദൻ വമാ അന മിനൽ മുഹ്തദീൻ, ഹിദായത്തിൽ എത്തിച്ചേരാനും എനിക്ക് കഴിയില്ല. അവിടെ അനുകരണം പറഞ്ഞു, ഇത്തിബാൾ. ഒന്ന് നിരോധനമാണ്, ഇത് എനിക്ക് പറ്റൂല, ഇത് എന്നെ സംബന്ധിച്ച് പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു കലിമയാണ്, അതിനു വേണ്ടി നിയുക്തനായൊരു ദൂതനാണ് ഞാൻ. സൂറത്ത് അന്നാമിലെ ആയത്താണ്. സൂറത്ത് യൂനുസ്, ഖുൽ യാ അയ്യുഹന്നാസ്, നീ പറയുക, അല്ലയോ മനുഷ്യരെ, ഇൻ കുന്തും ഫീ ശക്കിൻ മിൻ ദീനി, എൻ്റെ ഈ ദീനിൽ നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ, ഫലാ അഅ്ബുദുല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. വലാകിൻ അഅ്ബുദുല്ലാഹല്ലദീ യതവഫാക്കും, പിന്നെ ആരെയാ വിളിക്കുക? നിങ്ങളെ മരിപ്പിക്കുന്ന അതിൻ്റെ ഉടമസ്ഥനും നിശ്ചയ ദാതാവുമായ അല്ലാഹുവിനെ മാത്രമേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കൂ. വ ഉമിർതു അൻ അകൂന മിനൽ മുഅ്മിനീൻ, ഞാൻ മുഅ്മിനുകളിൽ ഒരാളായിരിക്കണമെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. സൂറ യൂനുസ്. ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദല്ലാഹ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. വലാ ഉശ്രിക ബിഹി, അവനിൽ ആരെയും പങ്കുചേർക്കാൻ പറ്റില്ല. ഇലൈഹി അദഉ വ ഇലൈഹി മആബ്, അല്ലാഹുവിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, അവനിലേക്കാണ് മടക്കം. അപ്പൊ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നത് വേർപിരിയലിന്റെ അല്ലെങ്കിൽ വേർപ്പെടുത്തുന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ്. ഒരുപാട് കഷ്ടതകൾ ഇതിന്റെ പിന്നിലുണ്ട്. ഈ 18ാമത്തെ സൂറത്തിന്റെ അവതരണം ഇസ്ലാമിക ചരിത്രത്തിലെ ഹിജ്റ വരെയും നീണ്ടു നിൽക്കുന്ന ആ പീഡന കാലത്തെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യ പ്രഖ്യാപനമാണ്. അങ്ങനെ ഒരു നിശ്ചയദാർഢ്യ പ്രഖ്യാപനത്തിന് നമുക്ക് ഇനിയും കഴിയില്ല, മുസ്ലിമുകളെ സംബന്ധിച്ച് കഴിയില്ല. കാരണം അവർ ഈ ആചാരങ്ങളുടെ പുറകെ പോവും.
അനുഷ്ഠാനങ്ങളുടെ പുറകെ പോകും. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്നത് ചോറിന് എന്താ കുഴപ്പം, ഞങ്ങൾ പോയി മേടിച്ച് തിന്നുമെന്നാണ്. അള്ളാഹു നന്മയുള്ളവരായി ഹിദായത്ത് ലഭിച്ചവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.